കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിനെ കാണാൻ പോയത്. അപ്പോൾ സാറിനെയൊക്കെ കണ്ടിട്ട് നേരെ പോയത് കോട്ടയം ലുലു മാളിലേക്കായിരുന്നു. അപ്പോൾ കോട്ടയം ലുലു മാൾ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. പലതവണയും പോകണം എന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങോട്ടത്തേക്ക് പോയി. സത്യം പറയാലോ, അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ദിലീപങ്ങളാണ്. അപ്പോൾ ഇത് അങ്ങളുടെ മക്കൾ, വൈഫ് ഒക്കെയാണ്. അപ്പോൾ ശരിക്കും ഇവരൊന്നും നമുക്ക് മറക്കാനേ പറ്റില്ല. കാരണം അമ്മ വർക്ക് ചെയ്തിരുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒരു ഫാമിലി പോലെ എല്ലാ കാര്യത്തിലും ടൂറൊക്കെ പോകാനും അടിച്ചു പൊളിക്കാനും എല്ലാം ഭയങ്കര ഇതായിട്ട് ഇന്ന ആൾക്കാരാട്ടോ. അപ്പോൾ കുറേ നാളായി കണ്ടിട്ട്. അങ്ങനെ പിന്നെ സംസാരിച്ചതിന് ശേഷം നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എറണാകുളത്തിനേക്കാൾ കോട്ടയം ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിലും മൊത്തത്തിലെല്ലാം ഭയങ്കര വെറൈറ്റി, വേറൊരു ലുക്കായിരുന്നു കേട്ടോ. ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിലും ടോട്ടലി വേറൊരു വൈബായിരുന്നു ശരിക്കും അതിനകത്ത് കയറിയപ്പോൾ. അങ്ങനെ കുറേ സാധനങ്ങൾ നോക്കി, ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ച്. കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് പോയപ്പോൾ കിട്ടാത്ത എൻ്റെ ഫേവറേറ്റ് ഐറ്റം രസമലായി എനിക്ക് കോട്ടയത്തു നിന്ന് കിട്ടി കേട്ടോ. അപ്പം അത് വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അതാ ഇവിടെ പിസ്സ മേക്കിംഗ് കൊണ്ടാണ്. അപ്പം നമുക്ക് ലൈവായിട്ട് അവർ ഉണ്ടാക്കുന്നത് കാണാമായിരുന്നു. എറണാകുളത്ത് ആ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നമുക്കിതാ പിസ്സയൊക്കെ അവർക്ക് ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് ഉണ്ടാക്കി തരും. പിന്നെ നമ്മളൊരു സെറ്റ് പിസ്സ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് തിരിച്ച് വെളിയിലിറങ്ങിയപ്പം ലുലുവിൽ ഇത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഐസ്ക്രീം ആട്ടോ. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാനില, അതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഓറിയോ ഐസ്ക്രീമും, ഞാൻ പിന്നെ വാനില ഐസ്ക്രീമും വാങ്ങിച്ച് ഞങ്ങൾ അതും കൂടെ കഴിച്ച് മേളത്തെ നേരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.